ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പുതിയ ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സോട് കൂടി നമ്മൾ ഹാർഡ്വെയറിനെ കുറിച്ച് പഠിച്ച് പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇന്ന് ആദ്യം നമുക്ക് ഇലക്ട്രോണിക് വേസ്റ്റ് എന്നാൽ എന്തെന്ന് നോക്കാം. ഇലക്ട്രോണിക് വേസ്റ്റ് അഥവാ ഇ വേസ്റ്റ്. അപ്പോൾ വേസ്റ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്കറിയാം. എന്നാ ഉപയോഗശൂന്യമായ എന്തിനേയും നമ്മൾ എന്ത് വിളിക്കും? വേസ്റ്റ് എന്ന് വിളിക്കും. അങ്ങനെയെങ്കിൽ ഇലക്ട്രോണിക് വേസ്റ്റ് അഥവാ ഇ വേസ്റ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗശൂന്യമാകുമ്പോൾ അവ അറിയപ്പെടുന്നതാണ് എന്തെന്ന്? ഇ വേസ്റ്റ് എന്ന്. അതായത് അവ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നില്ല, പ്രവർത്തനക്ഷമമല്ലാതായി അത്തരത്തിൽപ്പെട്ട ഇലക്ട്രോണിക് സാധനങ്ങൾ. അതൊന്നിലെ ഉപയോഗശൂന്യമായ കമ്പ്യൂട്ടറുകളാകാം, ഫ്രിഡ്ജ് ആകാം, TV ആകാം, വാഷിംഗ് മെഷീൻ ആകാം, മൊബൈൽ ഫോൺ ആകാം, നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസും ആകാം. അവയെ ഉപയോഗശൂന്യമായി പോയിട്ടുണ്ടോ ഏത് ഗണത്തിൽ നമ്മൾ പെടുത്തിയിരിക്കും? ഈ വേസ്റ്റിന്റെ കാറ്റഗറിയിലായിരിക്കും നമ്മൾ പെടുത്തുന്നത്. അപ്പൊ നോക്കിക്കേ, ഈ വേസ്റ്റ് റെഫേഴ്സ് ടു ഇലക്ട്രോണിക് പ്രോഡക്ട്സ് നിയറിംഗ് ദ എൻഡ് ഓഫ് ദെയർ യൂസ്ഫുൾ ലൈഫ്. അപ്പൊ പ്രയോജനകരമായ രീതിയിൽ അവരെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അവരുടെ കാര്യക്ഷമത അവസാനിച്ചു. അങ്ങനെയെങ്കിൽ അത്തരത്തിൽപ്പെട്ട ഇലക്ട്രോണിക് പ്രോഡക്ട്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇ വേസ്റ്റ് എന്ന് വിളിക്കുക. ഇലക്ട്രോണിക് വേസ്റ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ഡിസ്കാർഡഡ് കമ്പ്യൂട്ടേഴ്സ്, ഓഫീസ് ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്, എന്റർടൈൻമെന്റ് ഡിവൈസസ്, മൊബൈൽ ഫോൺസ്, ടെലിവിഷൻ സെറ്റ് ആൻഡ് റെഫ്രിജറേറ്റേഴ്സ്. അപ്പൊ ഈ കാറ്റഗറിയിൽ പെടുന്ന ഇലക്ട്രോണിക് ഡിവൈസ്, ഈ കാറ്റഗറി അല്ല, നമുക്ക് ചുറ്റുവട്ടത്ത് കാണുന്ന ഏതൊരു ഇലക്ട്രോണിക് ഉപകരണങ്ങളും കാര്യക്ഷമമായിട്ട് പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കുന്നില്ലയോ അവരെ നമ്മൾ ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന വിഭാഗത്തിൽ പെടുത്തുന്നു. ഇനി നമ്മൾ ഈ ഇലക്ട്രോണിക് വേസ്റ്റിനെ കുറിച്ച് ഭയങ്കരമായിട്ട് ഉത്കണ്ഠാകുലരാകേണ്ടതായിട്ടുണ്ട്. കാരണം എന്നാണെന്നറിയാവോ? ഈ ഇലക്ട്രോണിക് വേസ്റ്റിൻ്റെ അകത്ത് ഇഷ്ടംപോലെ വിഷമാലിന്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ഹെൽത്ത് പ്രോബ്ലംസും ക്യാൻസറും ജനിതകപരമായിട്ടുള്ള വൈകല്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന തരത്തിൽപ്പെട്ട വിഷമാലിന്യങ്ങളാണ് ഈ വേസ്റ്റിൻ്റെ അകത്ത് നിറയെ ഉള്ളതെന്ന് പറയാം. അപ്പൊ നോക്കിക്കേ, ഇലക്ട്രോണിക് വേസ്റ്റ് ഈസ് നോട്ട് ജസ്റ്റ് വേസ്റ്റ്. അപ്പൊ ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറയുന്നത് സാധാരണ ഒരു വേസ്റ്റ് അല്ല. ഇറ്റ് കണ്ടെയ്ൻസ് സം ടോക്സിക് സബ്സ്റ്റൻസ് സച്ച് ആസ് മെർക്കുറി, ലെഡ്, കാഡ്മിയം, ബ്രോമിനേറ്റഡ് ഫ്ലെയിം റിട്ടാർഡൻസ് എക്സെട്ര. അപ്പൊ ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളത്? വിഷപദാർത്ഥങ്ങളാണുള്ളത്. ഏതെല്ലാം പോലത്തെ വിഷഘടകങ്ങളാണ്? മെർക്കുറി, ലെഡ്, കാഡ്മിയം, ബ്രോമിനേറ്റഡ് ഫ്ലെയിം റിട്ടാർഡൻസ് തുടങ്ങിയ നമ്മുടെ ശരീരത്തിന് ഹാനികരമായി ബാധിക്കാവുന്ന പദാർത്ഥങ്ങളാണ് ഈ വേസ്റ്റിൻ്റെ അകത്ത് നിറയെ ഉള്ളതെന്ന് പറയാം. ദ ടോക്സിക് മെറ്റീരിയൽസ് ക്യാൻ കോസ് ക്യാൻസർ, റീപ്രൊഡക്റ്റീവ് ഡിസോർഡേഴ്സ് ആൻഡ് മെനി അതർ ഹെൽത്ത് പ്രോബ്ലംസ് ഇഫ് നോട്ട് മാനേജ് പ്രോപ്പർലി. അപ്പൊ ഇവയെ കൃത്യമായ രീതിയിൽ നമ്മൾ മാനേജ് ചെയ്തില്ല എങ്കിൽ നമുക്ക് ഹെൽത്ത് പ്രോബ്ലംസും ക്യാൻസറും ജനിതക വൈകല്യങ്ങളും ഒക്കെ ഉണ്ടാക്കാനുള്ള വിഷമാലിന്യങ്ങളാണ് ഇവയിൽ അടങ്ങിയിട്ടുള്ളതെന്ന്. ഓക്കെ, ഇനി ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഒരു ഇ വേസ്റ്റിൻ്റെ അകത്ത് കാണപ്പെടാൻ സാധ്യതയുള്ള കെമിക്കൽസ് ഏതൊക്കെയെന്നും അവ ഇ വേസ്റ്റിൻ്റെ ഏത് സോഴ്സിൽ നിന്നാണ് അവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെന്നും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയെന്നുമാണ് ഈ ടേബിളിൻ്റെ അകത്ത് തന്നിരിക്കുന്നത്. ഇതൊന്ന് വായിച്ചു നോക്കിയാൽ ഉപകാരമായിരിക്കും കേട്ടോ. അപ്പം നോക്കിക്കേ, ഏറ്റവും ആദ്യത്തെ കെമിക്കൽ ലെഡ്. ലെഡ് എവിടെയാ കാണപ്പെടുന്നത്? ഫൗണ്ട് ആസ് സോൾഡർ ഓൺ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്സ് ആൻഡ് ഇൻ കമ്പ്യൂട്ടർ മോണിറ്റർ ഗ്ലാസ്. അപ്പൊ കമ്പ്യൂട്ടർ മോണിറ്റർ ഗ്ലാസ്സിലും PCB സോൾഡറുകളിലുമാണ് ഇത് കാണപ്പെടുന്നത്. ഇനി അതിന്റെ കോൺസിക്വൻസ് എന്താക്കിയാന്ന് നോക്കിയേ. ലെഡ് ക്യാൻ കോസ് ഡാമേജ് ടു ദ സെൻട്രൽ ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം, ബ്ലഡ് സിസ്റ്റംസ് ആൻഡ് കിഡ്നി ഇൻ ഹ്യൂമൻ. അപ്പൊ കേന്ദ്ര നാഡീവ്യൂഹത്തെ ബാധിക്കുന്നു, നമ്മുടെ രക്തചംക്രമണത്തെയും കിഡ്നിയെയും ബാധിക്കുന്നു എന്ന് പറയാം. ഇനി അടുത്ത രണ്ടാമത്തെ കെമിക്കൽ ഏതാന്ന് നോക്കിയേ. മെർക്കുറി. മെർക്കുറി എവിടെയാ കാണപ്പെടുന്നത്? ഫൗണ്ട് ഇൻ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്സ്, LCD സ്ക്രീൻ ബാക്ക് ലൈറ്റ്സ്. അപ്പം PCB LCD സ്ക്രീനിലുള്ള ലൈറ്റുകളിൽ കാണപ്പെടുന്നു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളിലാണ് നമ്മുടെ മെർക്കുറി കാണപ്പെടുന്നത്. ഇനിയോ, അഫക്റ്റ് എ ബേബീസ് ഗ്രോയിങ് ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റം. Adults can suffer organ damage, mental impairment and variety of other symptoms. അപ്പൊ ചെറിയ കുട്ടികളുടെ തലച്ചോറിനെയും നാഡീവ്യൂഹത്തെയും ബാധിക്കും. മുതിർന്നവരിലാണെങ്കിലോ അവയവ വൈകല്യങ്ങൾ, മാനസിക വൈകല്യങ്ങൾ, മറ്റനേക രോഗലക്ഷണങ്ങൾ ഇവ പ്രകടമാക്കുന്നു. ഓക്കെ, ഇനി അടുത്ത് കാഡ്മിയം എവിടെയാ കാണപ്പെടുന്നത്? ഫൗണ്ട് ഇൻ ചിപ്പ് റെസിസ്റ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. അപ്പൊ റെസിസ്റ്ററുകളിലും സെമി കണ്ടക്ടേഴ്സിലുമാണ് നമ്മുടെ കാഡ്മിയം കാണപ്പെടുന്നത്. ഇനിയോ, കോസ് വേരിയസ് ടൈപ്സ് ഓഫ് ക്യാൻസർ. കാഡ്മിയം ക്യാൻ ഓൾസോ അക്യുമുലേറ്റ് ഇൻ ആൻഡ് ഹാം ദ കിഡ്നീസ്. അപ്പൊ പലതരത്തിലുള്ള ക്യാൻസറുകൾക്ക് കാരണമാകും. ഇനി ഈ കാഡ്മിയം ഇങ്ങനെ കിഡ്നിയിൽ കുമിഞ്ഞുകൂടി അത് കിഡ്നിയെ ദോഷകരമായിട്ട് ബാധിക്കാം.
ഇനി അടുത്തത് BFR, അതായത് ബ്രോമിനേറ്റഡ് ഫ്ലെയിം റിട്ടാർഡൻസ്. അതെവിടെയാ കാണപ്പെടുന്നതെന്ന് നോക്കിയേ. ഫൗണ്ട് ഇൻ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്സ് ആൻഡ് സം പ്ലാസ്റ്റിക്. അപ്പൊ PCBസിലും ചില പ്ലാസ്റ്റിക്കുകളിലും ഒക്കെയാണ് ഇത് കാണപ്പെടുന്നത്. ദീസ് ടോക്സിൻസ് മേ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ക്യാൻസർ. അപ്പൊ ഈ വിഷമാലിന്യം എന്തിനാ കാരണമായി തീരുന്നത്? ക്യാൻസർ വർദ്ധിക്കുന്നതിനാ കാരണമായി തീരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ടാബുലാർ ഫോമിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കണം കേട്ടോ. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതിനാ വാട്ട് ഹാപ്പൻസ് ടു ദ വേസ്റ്റ്. അപ്പൊ ഈ വേസ്റ്റിന് എന്ത് സംഭവിക്കുന്നു? അപ്പൊ ഈ വേസ്റ്റ് ഇങ്ങനെ കുമിഞ്ഞു കൂടുന്നത് മൂലം എന്താണ് സംഭവിക്കുന്നതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ദിനം പ്രതി ഇഷ്ടംപോലെ കോടിക്കണക്കിന് പുതിയ പുതിയ ഡിവൈസുകളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വേസ്റ്റ് കുന്നുകൂടാനുള്ള കാരണം തന്നെ പിള്ളേരെ, ഓരോ കൊല്ലം കഴിയുന്നതോറും ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ ആണെങ്കിൽ അടുത്ത കൊല്ലം ആകുമ്പോഴേക്കും നമ്മുടെ കയ്യിലിരിക്കുന്നതിനേക്കാൾ അതിനെ അപ്ഗ്രേഡ് ചെയ്ത് അതിൻ്റെ അടുത്ത വേർഷൻ വിപണിയിലെത്തും അല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ചീത്തയായിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ നമ്മൾ കാലത്തിനൊപ്പം അല്ലെങ്കിൽ ഒഴുക്കിനൊപ്പം നീന്താൻ വേണ്ടിയിട്ട് മൊബൈൽ അങ്ങ് മാറ്റി വെച്ച് പുതിയത് സ്വന്തമാക്കും അല്ലേ. അപ്പൊ അങ്ങനെ ഉപയോഗശൂന്യമായത് എന്താവും? നമ്മൾ ചുമ്മാ അങ്ങ് മാറ്റിക്കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് പ്രകൃതിയിലോട്ട് അടിഞ്ഞടിഞ്ഞ് ചുമ്മാ ഈ വേസ്റ്റുകൾ ഇങ്ങനെ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ വേസ്റ്റുകൾ ഇങ്ങനെ കുമിഞ്ഞു കൂടിയാൽ എന്താ സംഭവിക്കുന്നതെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ മജോറിറ്റി ഈ വേസ്റ്റ് നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് അറിയാവോ? പുതുക്കി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതില് ഒരു 1% മാത്രമായി ഈ വേസ്റ്റുകൾ പുതുക്കി നമ്മൾ ഉപയോഗിക്കുന്നു. റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാന്നാ പറയുന്നത്. റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് റീസൈക്കിൾ സെന്റേഴ്സ് ഒക്കെ ഉണ്ട്. അവിടെ കൊണ്ടുപോയാലും നാം പ്രതീക്ഷിക്കുന്ന പോലെ മിക്കവാറും എല്ലാം റീസൈക്കിൾ ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ സാധാരണ ഈ വേസ്റ്റ് ചെയ്യുന്നത് വലിയ കുഴി കുഴിച്ചേച്ച് അതിൻ്റെ അകത്ത് കുഴിച്ചു മൂടാം, അല്ലെങ്കിൽ പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുന്ന വലിയ ചൂളകളുണ്ട്, തീച്ചൂളകളുണ്ട്, ഇൻസിനറേറ്റേഴ്സ് എന്ന് പറയും. അതിൻ്റെ അകത്ത് കത്തിച്ച് കളയുക ചെയ്യുന്നത്. അപ്പം നോർമലായിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത്. പ്രോപ്പർ അല്ലാതെ ഈ പ്രവൃത്തികൾ ചെയ്യും. നമ്മൾ ചുമ്മാ ഈ വേസ്റ്റുകൾ സാധാ വേസ്റ്റിന്റെ കൂടെ അങ്ങ് തള്ളി അങ്ങ് കളയുക ചെയ്യുന്നത് അല്ലെ. അങ്ങനെ ശരിയായ രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യുന്നില്ല എങ്കിൽ, നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ വിഷമാലിന്യങ്ങളുണ്ടെന്ന്. പിന്നെ ഈ വേസ്റ്റുകളുടെ അകത്ത് ഇഷ്ടം പോലെ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന വാല്യുബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോയി നമ്മൾ റീസൈക്കിൾ ചെയ്ത് എടുക്കുന്നില്ല എങ്കിൽ ഇത് ഉപയോഗശൂന്യമായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഒരു ദൂഷ്യമാണെന്ന് പറയാം. അതായത് വിഷമാലിന്യങ്ങൾ നമ്മുടെ ഭൂമിയെ, അതായത് മണ്ണിനെ, ജലത്തിനെ, വായുവിനെ ഒക്കെ മാലിന്യപ്പെടുത്തും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ വേസ്റ്റ് മൂലം സംഭവിക്കുന്ന കാര്യം. നമ്മുടെ പ്രകൃതിയെ നമ്മൾ നശിപ്പിക്കുകയും മാലിന്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിക്കേ. ദ മജോറിറ്റി ഓഫ് ഈ വേസ്റ്റ് ഈസ് മോസ്റ്റ് ഓഫൻ ഡംപ്ഡ് ഓർ ബേൺഡ്. അപ്പം ഭൂരിഭാഗം ഈ വേസ്റ്റുകൾ എന്നാ ചെയ്യുന്നത്? ഒന്നിലെ കുഴിച്ചിടണം അല്ലെങ്കിൽ കത്തിച്ച് കളയണം. അത് എങ്ങനെ ചെയ്യാം? ഒന്നിൽ അത് പ്രോപ്പർ ആയിട്ടുള്ള രീതി ചെയ്യാം, അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ട് ചെയ്യാം. എയ്തർ ഇൻ ഫോർമൽ ലാൻഡ്ഫിൽസ് ആൻഡ് ഇൻസിനറേറ്റേഴ്സ് ഓർ ഇൻഫോർമലി ഡംപ്ഡ് ഓർ ബേൺഡ്. അപ്പോൾ ഒന്നിലെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കുഴിച്ചു മൂടാം, അല്ലെങ്കിൽ തീച്ചൂളയിലിട്ട് കത്തിച്ച് കളയാം. ഇൻഫോർമൽ ആയിട്ടാണെങ്കിലും ചുമ്മാ എവിടെയെങ്കിലും കൊണ്ടായി ഇടാം, അല്ലെങ്കിൽ ചുമ്മാ അങ്ങ് കത്തിച്ച് കളയാം. These inappropriate disposal methods for electronic waste fail to reclaim valuable materials or manage the toxic materials safely. അപ്പൊ ഇങ്ങനെ അപ്രോപ്രിയേറ്റ് അല്ലാത്ത രീതിയിൽ, ഉചിതമല്ലാത്ത രീതിയിൽ നമ്മൾ ഡിസ്പോസൽ മെത്തേഡ്സ് ഒക്കെ ഉപയോഗിക്കുകയാണ് എങ്കിൽ ഈ വേസ്റ്റിന്റെ അകത്ത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്ന വാല്യുബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്. അവയെ കറക്റ്റായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാതെ വരും. പിന്നെയോ മാനേജ് ദ ടോക്സിക് മെറ്റീരിയൽ സേഫ്ലി. അപ്പൊ വിഷമാലിന്യങ്ങളെ നമുക്ക് സേഫ് ആയിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരികയൊക്കെ ചെയ്യും. ഇൻ എഫക്ട് അതിൻ്റെ ഒക്കെ പരിണിത ഫലം എന്ന് പറയുന്നത് എന്താ? അവർ സോയിൽ, വാട്ടർ ആൻഡ് എയർ ആർ ഈസിലി കണ്ടാമിനേറ്റഡ്. നമ്മുടെ മണ്ണും ജലവും വായുവും ഒക്കെ വളരെ എളുപ്പത്തിൽ മലിനപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് എന്നാന്ന് നോക്കിയേ. ഈ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്. അപ്പൊ ഈ വേസ്റ്റുകൾ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് മെത്തേഡുകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് കുറേ റൂളുകളൊക്കെ ഉണ്ട് കേട്ടോ പിള്ളേരെ. ആ റൂളിന് വിധേയമായി നിന്നുകൊണ്ട് വേണം ഈ വേസ്റ്റുകൾ നിർമ്മാർജ്ജനം ചെയ്യാൻ. അതൊന്നും ആരും പ്രാവർത്തികമാക്കാറില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഈ വേസ്റ്റ് എന്ന് പറയുന്നത് കളിക്കേണ്ട കാര്യമല്ല. കുന്നുകൂടിയാൽ നമ്മളെ തന്നെ ഈ ഭൂമിയിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ ഉതകുന്നതാണ് ഈ വേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള മാർഗങ്ങൾ എന്നാന്ന് നോക്കിയാൽ പ്രധാനമായിട്ടും 4 മാർഗങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, റീയൂസ്. അപ്പൊ റീയൂസ് ചെയ്യാന്ന് വെച്ചാൽ വീണ്ടും ഉപയോഗിക്കുക എന്നുള്ളത്.
സെക്കൻഡ് വൺ ഇൻസിനറേഷൻ. ഇൻസിനറേഷൻ എന്ന് വെച്ചാൽ പ്രത്യേകമായി സജ്ജമാക്കിയിട്ടുള്ള വലിയ തീച്ചൂളകളുണ്ട്, അതിൻ്റെ അകത്തിട്ട് കത്തിച്ച് കളയലിനാണ്. തേർഡ് വൺ റീസൈക്ലിംഗ് ഓഫ് ഇ വേസ്റ്റ്. അപ്പൊ ഈ വേസ്റ്റിനെ വീണ്ടും പുനരാവിഷ്കരിച്ച്, അതായത് ഈ വേസ്റ്റിന്റെ അകത്ത് നിന്നുള്ള സാധനങ്ങൾ എടുത്ത് വീണ്ടും അതിനെ പല രീതിയിൽ ഉപയോഗപ്രദമായ മറ്റൊരു പ്രോഡക്റ്റ് ആക്കി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നാലാമൻ ലാൻഡ് ഫില്ലിംഗ്. ലാൻഡ് ഫില്ലിംഗ് എന്ന് വെച്ചാൽ വലിയ കുഴി കുഴിച്ച് അതിൻ്റെ അകത്ത് കുഴിച്ചു മൂടുന്നതിനെയാണ് ലാൻഡ് ഫില്ലിംഗ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്നാന്ന് നോക്കിയേ, റീയൂസ് എന്നാണ്. അപ്പൊ റീയൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, റീയൂസിന്റെ മീനിങ് എന്നാ, പുനരുപയോഗം എന്നാ. ഒന്നില്ല സെക്കൻഡ് ഹാൻഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിലോ കേടുപാടുകളൊക്കെ പരിഹരിച്ച് മെച്ചപ്പെടുത്തി അതിനെ ഉപയോഗിക്കാം. ഇതാ പുനരുപയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ മിക്ക പഴയ കമ്പ്യൂട്ടറുകളും നമുക്ക് നമ്മുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ഒക്കെ കൊടുക്കാം, അല്ലെങ്കിൽ ഈ ചുമ്മാ ചില്ലറ കച്ചവടം നടത്തുന്നവരില്ലേ, അവർക്ക് പൈസക്ക് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിലോ നമ്മൾ ഈ സാധനം കളഞ്ഞേച്ച് വേറൊരു സാധനം വാങ്ങുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം. അങ്ങനെ പല മാർഗങ്ങളും ഉണ്ട് ഇതിനെ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ നോക്കിക്കേ, റീയൂസ് ഇറ്റ് റെഫേഴ്സ് ടു സെക്കൻഡ് ഹാൻഡ് യൂസ് or usage after the equipment has been upgraded or modified. അപ്പൊ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഒന്നിലെ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് ഉപയോഗിക്കുക, വേറൊരാൾക്ക് കൊടുക്കുക, അല്ലെങ്കിലോ കേടുപാടുകൾ പരിഹരിച്ച് മെച്ചപ്പെടുത്തി ഉപയോഗിക്കുക എന്നതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുക, അർത്ഥമാക്കുക, റീയൂസ് കൊണ്ട് ഉദ്ദേശിക്കുക. മോസ്റ്റ് ഓഫ് ദി ഓൾഡ് കമ്പ്യൂട്ടേഴ്സ് ആർ പാസ്ഡ് ഓൺ ടു റിലേറ്റീവ്സ് ഓർ ഫ്രണ്ട്സ് or return to retailers for exchange or for money. അപ്പൊ നമുക്ക് എന്നാ ചെയ്യാം, നമ്മുടെ പഴയ കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഒക്കെ നമ്മുടെ ബന്ധുക്കൾക്ക്, നമ്മൾ പുതിയത് വാങ്ങുമ്പോൾ അതിന് വലിയ കേടൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ അടുത്ത റിലേറ്റീവ്സിന് അല്ലെങ്കിൽ ഫ്രണ്ട്സിന് കൈമാറാം, അല്ലെങ്കിൽ ഇഷ്ടംപോലെ കച്ചവടക്കാരുണ്ട്, അവർക്ക് എക്സ്ചേഞ്ച് ചെയ്യോ, കാശിന് എക്സ്ചേഞ്ച് ചെയ്യോ, അല്ല ചുമ്മാ കൊടുക്കുകയോ, എന്ത് വേണേലും നമുക്ക് ചെയ്യാം. അടുത്ത രണ്ടാമനാണ് ഇൻസിനറേഷൻ എന്ന് പറയും. ഇൻസിനറേഷൻ എന്ന് വെച്ചാൽ കത്തിച്ചു കളയലാണ്. അതായത് പ്രത്യേകമായിട്ട് രൂപകൽപ്പന ചെയ്ത ഇൻസിനറേറ്റേഴ്സ് ഉണ്ട്, അതായത് വലിയൊരു തീച്ചൂള, അതിൻ്റെ അകത്ത് 900 മുതൽ 1000 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ അതിനെ കത്തിച്ചു കളയും. അതിനെയാണ് ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, ഇൻസിനറേഷൻ ഇറ്റ് ഈസ് എ കൺട്രോൾഡ് ആൻഡ് കംപ്ലീറ്റ് കമ്പസ്റ്റേഷൻ പ്രോസസ് ഇൻ വിച്ച് ദ വേസ്റ്റ് ഈസ് ബേൺഡ് ഇൻ സ്പെഷ്യലി ഡിസൈൻഡ് ഇൻസിനറേറ്റേഴ്സ് at a high temperature in the range of 900 to 1000 degree Celsius. അപ്പോൾ 900 മുതൽ 1000 ഡിഗ്രി സെൽഷ്യസിൽ, അതായത് ഭയങ്കര ഉയർന്ന ടെമ്പറേച്ചറാണ്, അതിൽ ഈ തീച്ചൂളയിലിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ കത്തിച്ച് കളയുന്നതിനെയാണ് എന്തെന്ന് പറയുക, ഇൻസിനറേഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പൊ തേർഡ് വൺ എന്നാന്ന് നോക്കിയേ, റീസൈക്ലിംഗ് ഓഫ് ഇ വേസ്റ്റ്. അപ്പൊ ഈ വേസ്റ്റ് റീസൈക്കിൾ ചെയ്തെടുക്കുക. റീസൈക്കിൾ ചെയ്യാന്ന് വെച്ചാൽ പുനരുൽപ്പാദിപ്പിക്കുക എന്നർത്ഥം അല്ലേ. അപ്പൊ ഈ വേസ്റ്റ് ഉൽപ്പന്നങ്ങളിൽ നിന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇഷ്ടംപോലെ ഘടകങ്ങളുണ്ടാകും. ആ ഘടകങ്ങൾ ഉപയോഗിച്ച് പുതിയ പുതിയ ഉപകരണങ്ങൾ നമുക്ക് നിർമ്മിക്കാം. അതിനെയാ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുനരുൽപാദനം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കിക്കേ, റീസൈക്ലിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഓർ മാനുഫാക്ചറിങ് ന്യൂ പ്രോഡക്ട്സ് ഫ്രം എ പ്രോഡക്റ്റ് ദാറ്റ് ഹാസ് ഒറിജിനലി സെർവ്ഡ് ഇറ്റ്സ് പർപ്പസ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താണ്, അപ്പൊ ഈ വേസ്റ്റിൽ നിന്ന് നമുക്ക് ഉപയോഗപ്രദമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇനി നാലാമത്തെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള മാർഗം എന്നാന്ന് നോക്കിയേ, ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയും. അപ്പൊ ലാൻഡ് ഫില്ലിംഗ് എന്ന് വെച്ചാൽ ഇതാ ഏറ്റവും കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന മെത്തേഡ് കേട്ടോ. അതായത് അത്രയ്ക്ക് സേഫ് ഒന്നും അല്ല, നമ്മുടെ മണ്ണിനത് ദൂഷ്യമാണ്. എന്നാ വലിയ കുഴി കുഴിച്ച് ഇട്ട് മൂടിയാലും നമ്മുടെ മണ്ണ് മലിനപ്പെടും. അപ്പൊ എന്നാലും എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് ഈ ലാൻഡ് ഫില്ലിംഗ് ആണ്. ലാൻഡ് ഫില്ലിംഗ് ആണ് മണ്ണിട്ട് മൂടലിനാണ് കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ബട്ട് നോട്ട് റെക്കമെൻഡഡ് മെത്തേഡ്സ് ഫോർ ഡിസ്പോസൽ ഓഫ് ഇ വേസ്റ്റ്. അപ്പൊ സാധാരണ യൂസ് ചെയ്യുന്നതും പക്ഷെ റെക്കമെൻഡ് ചെയ്യുന്നില്ലാത്തതുമായിട്ടുള്ള ഈ ഡിസ്പോസൽ മെത്തേഡാണ് ഏത്, ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. ഇൻ ദിസ് മെത്തേഡ് സോയിൽ ഈസ് എക്സ്കാവേറ്റഡ് ഫ്രം the trenches made and waste material is buried in it, which is covered by a thick layer of soil. അപ്പൊ ഈ മെത്തേഡിൽ എന്നാ ചെയ്യും, നമ്മൾ വലിയൊരു കുഴി അങ്ങ് കുഴിക്കും, എന്നിട്ടോ വലിയ കിടങ്ങുകളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൻ്റെ അകത്തോട്ടേക്ക് നമ്മുടെ ഈ മാലിന്യങ്ങളെ ഇട്ട് കുഴിച്ചു മൂടും. ഇത്തിരി മണ്ണങ്ങിട്ട് മൂടുകയല്ല ചെയ്യുന്നത്, നന്നായിട്ട് മണ്ണ് അതിൻ്റെ മുകളിലിട്ട് കുഴിച്ചു മൂടി എടുക്കുന്ന പ്രക്രിയനെയാണ് എന്തെന്ന് വിളിക്കുക, ലാൻഡ് ഫില്ലിംഗ് എന്ന് വിളിക്കുക. അപ്പൊ ഇതൊക്കെയാണ് ഈ വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള മാർഗങ്ങൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും.
അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇ വേസ്റ്റ് എന്നാൽ എന്തെന്ന് ചോദിക്കാം, ഇ വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള മാർഗങ്ങളെ കുറിച്ച് ചോദിക്കാം. ഇനി ഇ വേസ്റ്റ് ഉണ്ടാകാതിരിക്കാനായിട്ട് കുട്ടികളായ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് വഹിക്കാൻ പറ്റുന്ന പങ്കിനെ കുറിച്ച് അതും എക്സാമിന് ചോദിക്കാവുന്ന. അപ്പൊ അടുത്ത ടോപ്പിക് എന്നാന്ന് നോക്കിയേ, സ്റ്റുഡൻസ് റോൾ ഇൻ ഇ വേസ്റ്റ് ഡിസ്പോസൽ. ഒന്നാമത്തെ എന്നാന്ന് നോക്കിയേ, സ്റ്റോപ്പ് ബൈങ് അൺനെസസറി ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്. അപ്പൊ എന്നാ, ആവശ്യമില്ലാത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങുന്നത് നിർത്തുക. ഇനി രണ്ടാമത്തതോ, വെൻ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഗെറ്റ് ഫോൾട്ടി ട്രൈ ടു റിപ്പയർ ഇറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ബൈയിങ് എ ന്യൂ വൺ. അപ്പൊ ഈ ഉപകരണങ്ങൾ കേടുവരുമ്പോൾ പുതിയത് വാങ്ങുന്നതിന് പകരം അത് നന്നാക്കി ഉപയോഗിക്കുക. ഇനി അടുത്ത പോയിന്റ് എന്നാന്ന് നോക്കിയേ, ട്രൈ ടു റീസൈക്കിൾ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ബൈ സെല്ലിംഗ് ദം ഓർ ഡൊണേറ്റിംഗ് ദം ടു അതേഴ്സ്, എക്സ്റ്റെൻഡിങ് ദെയർ യൂസ്ഫുൾ ലൈഫ് ആൻഡ് കീപ്പിംഗ് ദം ഔട്ട് ഓഫ് ദ വേസ്റ്റ് സ്ട്രീം. അപ്പൊ എന്നാ, ഉപകരണങ്ങൾ പാഴാക്കാതെ അവ മറ്റുള്ളവർക്ക് വിൽക്കുകയോ സംഭാവന ചെയ്തോ അവയുടെ പ്രവർത്തന കാലയളവ് ദീർഘിപ്പിക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്ത എന്നാന്ന് നോക്കിയേ, ഇഫ് യു റിയലി നീഡ് ടു ബൈ ന്യൂ ഇലക്ട്രോണിക്സ്, ചൂസ് ഇറ്റ് വിത്ത് ലെസ് ഹസാർഡസ് സബ്സ്റ്റൻസ്, ഗ്രേറ്റർ റീസൈക്കിൾഡ് കണ്ടന്റ്, ഹയർ എനർജി എഫിഷ്യൻസി, ലോങ്ങർ ലൈഫ് സ്പാൻ ആൻഡ് ദോസ് ദാറ്റ് വിൽ പ്രൊഡ്യൂസ് ലെസ് വേസ്റ്റ്. അപ്പൊ എന്നാ, നമ്മൾ പുതിയ ഒരു ഉപകരണം വാങ്ങാനായിട്ട് ഇരിക്കുവാന്നിരിക്കട്ടെ, അപ്പൊ പഴയത് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല, പുതിയത് നമുക്ക് വാങ്ങിയേ പറ്റത്തുള്ളൂ. അത്തരം സിറ്റുവേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എന്നതൊക്കെയാ, പുതിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ അകത്ത് അപകടകരമായ പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടില്ലെന്ന് ഉറപ്പുവരുത്തണം. പിന്നെയോ, പുതുക്കി ഉപയോഗിക്കാവുന്നവയാണ്, നമ്മുടെ എനർജി വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുന്നതാണ്, കൂടുതൽ കാലം നമുക്ക് അവയെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്ക് വളരെ കുറഞ്ഞ ദുർവ്യയം മാത്രമായിരിക്കും അവ സൃഷ്ടിക്കുന്നത്. ഇതൊക്കെ ഉറപ്പുവരുത്തി വേണം എന്ത് ചെയ്യേണ്ടത്, ഒരു പുതിയ സാധനം വാങ്ങിയെടുക്കേണ്ടത്. ഓക്കെ, അടുത്ത എന്നാന്ന് നോക്കിയേ, വിസിറ്റ് ദ മാനുഫാക്ചേഴ്സ് വെബ്സൈറ്റ് ഓർ കോൾ ദ ഡീലർ ടു ഫൈൻഡ് ഔട്ട് ഇഫ് ദേ ഹാവ് എ ടേക്ക് ബാക്ക് പ്രോഗ്രാം ഓർ സ്കീം ഫോർ യുവർ ഡിസ്കാർഡഡ് ഇലക്ട്രോണിക്സ്. അപ്പൊ ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉണ്ടാക്കിയ കമ്പനിക്കാരുണ്ട്. അപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ നിന്നൊക്കെ അവരുടെ ഫോൺ നമ്പറുകളൊക്കെ ലഭ്യമാണ് അല്ലേ. അപ്പോൾ അവരോട് വിളിച്ച് നമ്മുടെ പഴയ വേസ്റ്റുകൾ അവർ തിരിച്ചെടുക്കുമോ എന്നൊക്കെ അന്വേഷിച്ച് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുക. അവരുടെയൊക്കെ കയ്യിൽ ഇങ്ങനെ ഡിസ്പോസ് ചെയ്യാനുള്ള നൂതനമായ മാർഗങ്ങളൊക്കെ കാണും കേട്ടോ. അപ്പോൾ അവരെ വിളിച്ച് ഈ സാധനം തിരിച്ചെടുക്കുമോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ നല്ലതായിരിക്കും. ഇനി അടുത്തതോ, ഇഫ് ദ ഡിവൈസ് ഈസ് ബാറ്ററി ഓപ്പറേറ്റഡ് ബൈ റീചാർജബിൾ ഇൻസ്റ്റെഡ് ഓഫ് ഡിസ്പോസൽ ബാറ്ററീസ്. അപ്പൊ നമ്മുടെ ഡിവൈസ് ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗിച്ച് ബാറ്ററിയുടെ ചാർജ് കഴിയുമ്പോൾ വലിച്ചെറിഞ്ഞ് കളയുന്ന ടൈപ്പിൽപ്പെട്ട ബാറ്ററി ഉള്ളത് വാങ്ങാതെ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ബാറ്ററിയുള്ള ഡിവൈസുകൾ വാങ്ങാനായിട്ട് ശ്രമിക്കുക. ബൈ പ്രോഡക്ട്സ് വിത്ത് ഗുഡ് വാറണ്ടി ആൻഡ് ടേക്ക് ബാക്ക് പോളിസീസ്. അപ്പം നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നല്ല വാറണ്ടി അതുപോലെ തന്നെ അവർ തിരിച്ചെടുക്കുന്നതുമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുക. ഇതൊക്കെയാണ് കുട്ടികളായ നമ്മൾ ഇ വേസ്റ്റ് ഡിസ്പോസലിൽ വഹിക്കേണ്ട പങ്കുകൾ. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം. നമ്മൾ വാങ്ങുവാണെങ്കിൽ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു വാങ്ങുക. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു 5 പോയിന്റേലും പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇ വേസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മളിവിടെ പഠിച്ചു പൂർത്തീകരിച്ചു. അടുത്തതായിട്ട് നമുക്ക് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ ഗ്രീൻ IT എന്നാൽ എന്തെന്ന് മനസ്സിലാക്കാം. അപ്പോൾ പരിസ്ഥിതിക്ക് നാശം വരുത്താതെയുള്ള സാങ്കേതിക വിദ്യയുടെ പഠനവും പ്രയോഗവും ഒക്കെയാണ് ഈ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ ഗ്രീൻ IT കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ നല്ലൊരു ഡെഫിനിഷൻ ആയിട്ട് പറയുവാണെങ്കിൽ, നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അനുബന്ധ ഉപകരണങ്ങളുണ്ട്. മോണിറ്റർ, പ്രിന്റർ, സ്റ്റോറേജ് ഡിവൈസസ്, അങ്ങനെ ഇഷ്ടംപോലെ അനുബന്ധ ഉപകരണങ്ങളുണ്ട്. അവയെ ഡിസൈൻ ചെയ്യുന്നതും ഉണ്ടാക്കിയെടുക്കുന്നതും ഉപയോഗിക്കുന്നതും നിർമ്മാർജ്ജനം ചെയ്യുന്നതും എങ്ങനെയായിരിക്കണം, വളരെ എഫക്റ്റീവായിട്ട് വളരെ കാര്യക്ഷമമായിട്ട് പ്രകൃതിക്ക് ഒരു ദോഷവും വരുത്താത്ത രീതിയിലായിരിക്കും. അങ്ങനെയെങ്കിൽ അതിനെ നമുക്ക് വിളിക്കാവുന്ന വിളിപ്പേരാ എന്തെന്ന്, ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിന്റെ ഡെഫിനിഷൻ എന്നാന്ന് നോക്കിയേ, ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഈസ് ദ ഡിസൈനിങ് എന്ന് വെച്ചാൽ എന്നാ, അത് രൂപകൽപ്പന ചെയ്തെടുക്കുന്നത്. മാനുഫാക്ചറിങ് എന്ന് വെച്ചാൽ എന്താ, നിർമ്മിക്കുന്നത് അല്ലെ. യൂസിങ് എന്ന് വെച്ചാൽ എന്നാ, ഉപയോഗിക്കുന്നത്. ആൻഡ് ഡിസ്പോസിങ് എന്ന് വെച്ചാൽ എന്നാ, നിർമ്മാർജ്ജനം ചെയ്യുന്നത്. എന്തിനെയൊക്കെയാ, ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അസോസിയേറ്റഡ് കമ്പോണൻസ് such as monitors, printers, storage devices, etc. efficiently and effectively.
വിത്ത് മിനിമൽ ഓർ നോ ഇമ്പാക്ട് ഓൺ ദി എൻവയോൺമെന്റ്. അപ്പോൾ വളരെ കാര്യക്ഷമമായിട്ട് പിന്നെയോ വളരെ പ്രയോജനകരമായ രീതിയിൽ പ്രകൃതിക്ക് ഒരു കോട്ടവും വരുത്താത്ത രീതിയിൽ നമ്മൾ കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മാണം ചെയ്യുകയും ഉപയോഗിക്കുകയും ഡിസ്പോസ് ചെയ്യുകയും ഒക്കെ ചെയ്യുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന വിളിപ്പേരാ എന്തോന്ന്, ഗ്രീൻ കമ്പ്യൂട്ടിംഗ് കേട്ടോ. ഇനി ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഏറ്റവും ആദ്യ കാലങ്ങളിൽ നടപ്പാക്കിയെടുത്തതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഇതുപോലൊരു എനർജി സ്റ്റാർ പ്രോഗ്രാം ഉപയോഗിച്ചതിന് ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിന്റെ നടപ്പാക്കൽ തുടങ്ങിയത് എന്ന് പറയാം. അപ്പൊ ഈ എനർജി സ്റ്റാർ ലേബലുകൾ നിങ്ങൾ പല ഡിവൈസിലും കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ഫ്രിഡ്ജിന്റെ ഒക്കെ പരസ്യത്തിൽ തന്നെ പറയുന്നുണ്ട് 3 സ്റ്റാർ 5 സ്റ്റാർ 7 സ്റ്റാർ ലെവലുള്ളതാണ്. അപ്പൊ ആ സ്റ്റാറിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഇത് കൂടുതൽ ഇക്കോ ഫ്രണ്ട്ലി ആണെന്ന് നമുക്ക് പറയാം കേട്ടോ. അപ്പൊ ഈ സ്റ്റാറിന്റെ എണ്ണം കൂടുതലുള്ള ഡിവൈസുകളാണ് നമ്മൾ വാങ്ങി ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഏറ്റവും ആദ്യ കാലങ്ങളിൽ അപ്പൊ വൺ ഓഫ് ദി ഏർലിയസ്റ്റ് ഇനിഷ്യേറ്റീവ്സ് ടുവേർഡ്സ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് വാസ് ദ വോളണ്ടറി ലേബലിംഗ് പ്രോഗ്രാം നോൺ ആസ് എനർജി സ്റ്റാർ. അപ്പം ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിന്റെ തുടക്കം കുറിച്ചത് എനർജി സ്റ്റാർ പ്രോഗ്രാമിലൂടെയാണെന്ന് നമുക്ക് പറയാം. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എന്നാണെന്നറിയാവോ, നമുക്കൊരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കണം. അതായത് പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ നമ്മുടെ ഉപകരണങ്ങൾ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നൊരു ശീലം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം. അതിനാവശ്യമായിട്ടുള്ള പോയിന്റുകൾ ഏതൊക്കെയെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ദ വർക്ക് ഹാബിറ്റ് ഓഫ് കമ്പ്യൂട്ടർ യൂസേഴ്സ് ആൻഡ് ബിസിനസ് have to be modified to minimize adverse impact on the global environment. അതായത് ആഗോള പരിസ്ഥിതിയെ ബാധിക്കാത്ത തരത്തിൽ കമ്പ്യൂട്ടറുകളുടെ ഉപയോഗവും ബിസിനസ് സംസ്കാരവും ഒക്കെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കണ്ടേ, അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഹിയർ ആർ സം സ്റ്റെപ്സ് ദാറ്റ് ക്യാൻ ബി ടേക്കൺ. ഫസ്റ്റ്, ടേൺ ഓഫ് ദ കമ്പ്യൂട്ടർ വെൻ നോട്ട് ഇൻ യൂസ്. അപ്പോൾ ഉപയോഗിക്കാത്തപ്പോൾ ഓഫാക്കി വയ്ക്കുക. പവർ ഓൺ ദ പെരിഫറൽ സച്ച് ആസ് ലേസർ പ്രിന്റേഴ്സ് ഓൺലി വെൻ നീഡഡ്. അതായത് പെരിഫറൽ ഡിവൈസുകളുണ്ട്, അതിന് ആവശ്യമുള്ളപ്പോൾ മാത്രം ഓണാക്കിയാൽ മതി, അല്ലാത്തപ്പം ഓഫാക്കി തന്നെ വെക്കുക. യൂസ് പവർ സേവർ മോഡ്. യൂസ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് റാദർ ദാൻ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് വെൻ എവർ പോസിബിൾ. നമുക്ക് സാധ്യമാകുമ്പോഴൊക്കെ ഈ ഡെസ്ക്ടോപ്പിന് പകരം ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുക. ഇനി അടുത്ത പോയിന്റ് എന്നാന്ന് നോക്കിയേ, ടേക്ക് പ്രിന്റ് ഔട്ട്സ് ഓൺലി ഇഫ് നെസസറി. നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം പ്രിന്റ് ഔട്ട് എടുക്കുക. ഇനി അടുത്തത് CRT മോണിറ്റേഴ്സിന് പകരം LCD മോണിറ്ററുകൾ ഉപയോഗിക്കുക. യൂസ് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ മോണിറ്റേഴ്സ് റാദർ ദാൻ കാഥോഡ് റേ ട്യൂബ് മോണിറ്റർ. യൂസ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ വിത്ത് എനർജി സ്റ്റാർ ലേബൽ. അപ്പോൾ എനർജി സ്റ്റാർ ലേബലുള്ള ഹാർഡ്വെയറുകളും സോഫ്റ്റ്വെയറുകളും ഉപയോഗിക്കുക. ഡിസ്പോസ് ഇ വേസ്റ്റ് അക്കോർഡിംഗ് ടു സെൻട്രൽ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ റെഗുലേഷൻസ്. അപ്പം നമ്മൾ ഈ വേസ്റ്റുകൾ എങ്ങനെ ഡിസ്പോസ് ചെയ്യണം, നമ്മുടെ കേന്ദ്ര സംസ്ഥാന പ്രാദേശിക നിയന്ത്രണങ്ങൾക്ക് അനുസരിച്ച് വേണം നമ്മുടെ ഈ വേസ്റ്റുകൾ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട്. എംപ്ലോയ് ആൾട്ടർനേറ്റീവ് എനർജി സോഴ്സസ് ലൈക്ക് സോളാർ എനർജി. ഇനിയോ നമ്മുടെ സൗരോർജം പോലെയുള്ള ബദൽ ഊർജ ഉറവിടങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നല്ല ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കുക, അതായത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കേണ്ട പോയിന്റുകളാണിവ കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടറിനെ ഗ്രീൻ ആക്കി മാറ്റാം. അപ്പം അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരു 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കമ്പ്യൂട്ടറുകൾ നമുക്ക് ഉണ്ടാക്കാം. അതായത് ഗ്രീൻ ഡിസൈൻ, ഗ്രീൻ മാനുഫാക്ചറിങ്, ഗ്രീൻ യൂസ്, ഗ്രീൻ ഡിസ്പോസൽ. 4 പോയിന്റുകളാണ് ഗ്രീൻ കമ്പ്യൂട്ടിങ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തെ ഗ്രീൻ ഡിസൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? ഡിസൈനിങ് എനർജി എഫിഷ്യന്റ് ആൻഡ് എക്കോ ഫ്രണ്ട്ലി കമ്പ്യൂട്ടേഴ്സ്, സെർവേഴ്സ്, പ്രിന്റേഴ്സ്, പ്രൊജക്ടേഴ്സ് ആൻഡ് അതർ ഡിജിറ്റൽ ഡിവൈസസ്. അപ്പൊ എന്നതാ ഗ്രീൻ ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കമ്പ്യൂട്ടറുകൾ, സെർവറുകൾ, പ്രിന്ററുകൾ, പ്രൊജക്ടറുകൾ, അങ്ങനെ മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളെല്ലാം രൂപകൽപ്പന ചെയ്യുമ്പോൾ തന്നെ എങ്ങനെയാകണം? പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലും ഊർജ കാര്യക്ഷമമായി ഉപയോഗിക്കുന്ന തരത്തിൽ പെട്ടതായിരിക്കും. അപ്പൊ ഡിസൈനിങ് ടൈമിൽ തന്നെ നമ്മൾ അത് ശ്രദ്ധിക്കണം. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യുവാണെങ്കിൽ അതിന് ഗ്രീൻ ഡിസൈൻ എന്ന് വിളിക്കാം. അപ്പൊ ഗ്രീൻ ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മുടെ എനർജിയൊക്കെ എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന തരത്തിൽ കമ്പ്യൂട്ടറുകളും അനുബന്ധ ഡിവൈസുകളും ഡിസൈൻ ചെയ്തെടുക്കുന്നതിനെയാണ് ഗ്രീൻ ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുക. ഇനി അടുത്ത് ഗ്രീൻ മാനുഫാക്ചറിങ്. അപ്പൊ മാനുഫാക്ചർ ചെയ്യാന്ന് വെച്ചാൽ നിർമ്മിക്കുക അല്ലെ. അപ്പൊ ഇങ്ങനെ ഈ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇഷ്ടംപോലെ വേസ്റ്റുകൾ വരാൻ സാധ്യതകളുണ്ട്. അപ്പൊ പരമാവധി വേസ്റ്റ് കുറച്ച് പ്രകൃതിക്ക് ദൂഷ്യകരമല്ലാത്ത രീതിയിൽ
സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് മാനുഫാക്ചർ ചെയ്ത് എടുക്കുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുക? ഗ്രീൻ മാനുഫാക്ചറിംഗ് എന്ന് വിളിക്കുക. അപ്പം മിനിമൈസിങ് വേസ്റ്റ് ഡ്യൂറിങ് ദ മാനുഫാക്ചറിംഗ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ കമ്പോണൻസ് ടു റെഡ്യൂസ് ദ എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഓഫ് ദീസ് ആക്ടിവിറ്റീസ്. അപ്പം ഈ മാനുഫാക്ചറിംഗ് മൂലം ഉണ്ടാകുന്ന പ്രവൃത്തികളുണ്ട്. അപ്പം ആ പ്രവൃത്തികൾ പ്രകൃതിയെ അധികം ബാധിക്കാത്ത തരത്തിൽ വേസ്റ്റുകളൊക്കെ കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യുക. അതിനെയായി നമ്മൾ എന്തെന്ന് വിളിക്കുക? ഗ്രീൻ മാനുഫാക്ചറിംഗ് എന്ന് വിളിക്കുക. ഇനി അടുത്ത പോയിന്റ് എന്നാന്ന് നോക്കിയേ, ഗ്രീൻ യൂസ്. അപ്പൊ ഗ്രീൻ യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അപ്പൊ ആദ്യം ഡിസൈനിങ് ആയി, പിന്നെ മാനുഫാക്ചറിങ് ആയി, പിന്നെ ഉപയോഗമായി. ഇനി ഒരെണ്ണം കൂടി ഉണ്ട് ഗ്രീൻ കമ്പ്യൂട്ടിങ്, അതിൻ്റെ അകത്ത് ഡിസ്പോസലും കൂടിയുണ്ട്. ഇനി ഗ്രീൻ യൂസ് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് നടപ്പാക്കിയെടുക്കാം എന്നാണ്. എങ്ങനെയായിരിക്കും? കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും വൈദ്യുത ഉപയോഗം കുറച്ചുകൊണ്ട് പരിസ്ഥിതി സൗഹാർദ്ദമായിട്ട് ഉപയോഗിക്കുക. അതിനെയാ ഗ്രീൻ യൂസ് എന്ന് പറയുന്നത്. അപ്പൊ മിനിമൈസിങ് ദ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് പെരിഫറൽ ഡിവൈസസ് ആൻഡ് യൂസിങ് ദം ഇൻ ആൻ ഇക്കോ ഫ്രണ്ട്ലി മാനർ. കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും വൈദ്യുതിയുടെ ഉപയോഗം കുറച്ചുകൊണ്ട് പ്രകൃതിക്കിണങ്ങുന്ന രീതിയിൽ ഉപയോഗിക്കുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുക? ഗ്രീൻ യൂസ് എന്ന് പറയാം. അടുത്ത ഗ്രീൻ ഡിസ്പോസൽ. എന്നതാ ഗ്രീൻ ഡിസ്പോസൽ എന്ന് വെച്ചാൽ റീകൺസ്ട്രക്ടിങ് യൂസ്ഡ് കമ്പ്യൂട്ടേഴ്സ് ഓർ അപ്രോപ്രിയേറ്റ്ലി ഡിസ്പോസിങ് ഓഫ് ഓർ റീസൈക്ലിംഗ് അൺവാണ്ടഡ് ഇലക്ട്രോണിക് എക്യുപ്മെന്റ്. അപ്പൊ എങ്ങനെയാ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യുന്നതെന്ന് പറയുക. എന്നാ കമ്പ്യൂട്ടറുകൾ കേടുപാടുകളൊക്കെ തീർത്തങ്ങ് ഉപയോഗിക്കുക. പിന്നെയോ ഉചിതമായ രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യുക. ആവശ്യമില്ലാത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പുതുക്കി ഉപയോഗിക്കുക. ഇതൊക്കെയാ ഗ്രീൻ ഡിസ്പോസൽ കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പൊ ചുമ്മാ അങ്ങ് തള്ളിക്കളയാതെ, എങ്ങനെയാ കേടുപാടൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി വീണ്ടും നന്നാക്കി എടുത്ത് ഉപയോഗിക്കണം. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമുക്ക് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാം. പിന്നെയോ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ അതിനെ നിർമ്മാർജ്ജനം ചെയ്യാം. ഇതൊക്കെയാണ് ഗ്രീൻ ഡിസ്പോസൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ 4 പോയിന്റ്സാ എന്തിനു വേണ്ടിയിട്ട്? ഗ്രീൻ കമ്പ്യൂട്ടിങ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോയിന്റുകളാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാ? ഗ്രീൻ ഡിസൈൻ ഉണ്ട്, ഗ്രീൻ മാനുഫാക്ചറിങ് ഉണ്ട്, ഗ്രീൻ യൂസ് ഉണ്ട്, ഗ്രീൻ ഡിസ്പോസൽ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് ഇ വേസ്റ്റിനെ കുറിച്ചും പഠിച്ചു, ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ചും പഠിച്ചു. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നന്നായിട്ട് കേട്ട് മനസ്സിലാക്കുക കേട്ടോ. താങ്ക് യു.